എല്ലാവർക്കും ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്രിസ്മസ് പ്ലം കേക്കാണ്. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാരമൽ സിറപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് ഷുഗർ നമുക്ക് ഒരു ഫ്രൈ പാനിലിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഷുഗർ മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഈ ഷുഗർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കാരമലൈസ് ചെയ്ത ഷുഗർ ഒന്നുകൂടി കട്ടയായിട്ട് വരും. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് കാത്തിരിക്കണം. ഇനി നമ്മുടെ കാരമൽ സിറപ്പ് കുറച്ചുകൂടി കട്ടിയായി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കേക്കിന് വേണ്ട ഫ്ലോർ മിക്സ് നമുക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് അരിച്ചെടുക്കാം. പൊടികളെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ആൽക്കഹോളിക് ആയിട്ടുള്ള പ്ലം കേക്കാണ്. അതായത് നമ്മൾ റമ്മിലായിരുന്നു നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു 2 മാസം മുൻപ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം താഴ്ന്നു പോകരുത്. അതിന് വേണ്ടിയിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മുകളിലെല്ലാം ഈ മൈദയുടെ ഒരു ചെറിയ കോട്ടിങ് വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴേക്ക് താന്നു പോകില്ല. നേരത്തെ ഫ്ലോർ മിക്സ് തയ്യാറാക്കിയപ്പോൾ നമ്മൾ അതിലേക്ക് മസാല പൗഡർ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലം കേക്കിൽ പ്രധാനമായിട്ടും ചേർക്കേണ്ട ഒരു കാര്യമാണ് മസാല പൗഡർ. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജാതിക്ക ഇതെല്ലാം കൂടി പൊടിച്ച് അതിൻ്റെ മിക്സിൽ നിന്നാണ് നമ്മളൊരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിക്സറിലേക്ക് ഒരു 3 മുട്ട, അതായത് വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഹൈ സ്പീഡിൽ വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ. ഈ മുട്ടയും ഷുഗറും നന്നായിട്ട് ബീറ്റ് ചെയ്ത മിക്സിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി, അതായത് വെജിറ്റബിൾ ഓയിലാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ചെറുതായിട്ട്, അതായത് മീഡിയം സ്പീഡിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് ഒരേ ഡയറക്ഷനിൽ യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു ബ്രൗൺ കളറ് കിട്ടുന്നത്. കാരമൽ സിറപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഷുഗർ നന്നായിട്ട് കരിഞ്ഞു പോകാതെ നോക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിന് വല്ലാത്തൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് മിക്സ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതൊരു പാനിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ കുറച്ച് നട്ട്സ് കൂടി വിതറി കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ ഓവൻ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് നമ്മൾ ബാറ്റർ വെച്ചതിന് ശേഷം നമ്മുടെ 180 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ മാറ്റി ഒരു 1 മണിക്കൂറോളം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്